അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് ഷോപ്പിംഗാണ്? നമ്മൾ റംസാൻ 24-നാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ കളക്ഷനും കാര്യങ്ങളും എങ്ങനെയെന്നൊന്നും അറിയില്ല. സോ രാവിലെ നമ്മളൊരു 11:30 മണിക്കായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബിലോ ടൂക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക, ഇല്ലെങ്കിൽ നെസ്റ്റോയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ പെരുന്നാൾ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ വേറൊരു പൊലിവായിരിക്കും. എന്താണെന്നറിയില്ല, റംസാൻ കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്നാൾ കാത്തിരുന്ന് ഇങ്ങനെ വരുന്നതല്ലേ, അപ്പോൾ അത് ഭയങ്കര ഒരു സ്പെഷ്യലാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബിലോറ്റോയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമാണെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴാണ് ചൂടിൻ്റെ കാഠിന്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ പോയ ഡേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിക്കണം. എന്ന് വെച്ച് തിരക്കില്ല എന്നല്ല, എന്നാലും തിങ്ങി നിറഞ്ഞ അങ്ങനത്തെ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല. ബിലോറ്റോയിലെ ഈ ഒരു ഏരിയ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഒരു ഗോൾഡൻ ഏരിയ ആണെന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഐറോസിനൊരു ഷൂ ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്കാക്ക് ഷർട്ടും അതുപോലെ തന്നെ ടീഷർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ ബിലോറ്റോക്ക് വന്നപ്പോൾ നല്ല കുട്ടികളെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അത്ര തന്നെ എനിക്ക് തോന്നില്ല. മിക്കവാറും എല്ലാവരും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കാം. പിന്നെ കുറേ നമ്മൾ നോക്കിയിട്ട് ഞാൻ ഐറോസിന് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ കളക്ഷനൊന്നും എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ടോപ്സൊന്നും നാട്ടിലൊക്കെ നമ്മളെ കളക്ഷൻസ് ഒരുപാടുണ്ടാവുമല്ലോ, അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ തീരെ ഇല്ലാത്ത മാതിരി തോന്നി. പിന്നെ ഞാൻ ഒരൊറ്റ ഡ്രസ്സ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ന്യൂ ബോൺ ഐറ്റംസ് ഞാൻ അന്ന് വന്നപ്പോഴും ഇന്ന് വന്നപ്പോഴും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ക്യൂട്ടായിട്ടുള്ള ടോയ്സ് കണ്ടപ്പോൾ അങ്ങോട്ടേക്കൊന്ന് കണ്ടുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തിരുന്നു കേട്ടോ. പിന്നെ നെസ്റ്റൊക്കെ പോകുന്നുണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ അന്ന് പോയപ്പോൾ നല്ല കളക്ഷൻസ് കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് നമ്മൾ പിന്നെ അന്ന് പോയിട്ടുള്ള നെസ്റ്റോക്കല്ല പോയിട്ടുണ്ടായിരുന്നത്. ഇത് സാധേത്തെ നെസ്റ്റോ, സാധാ തന്നെ തോന്നുന്നു പ്ലേസിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് പിന്നെ അവിടേക്ക് വന്നപ്പോൾ അത്ര വലിയ കളക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ കുഞ്ഞു കുട്ടികളെ ഇങ്ങനത്തെ ഹെയർ കോമ്പിൻ്റെ സെറ്റ്, അതുപോലെ തന്നെ നെയിൽ കട്ടർ, അങ്ങനത്തെ ഓരോ സെറ്റ്സ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐറോസിന് പിന്നെ ഞാൻ ഈ ഒരു ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗ്സിൻ്റെ കളക്ഷന് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് വന്നപ്പോൾ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വാച്ച്, ബ്രേസ്ലെറ്റ്, ഇയറിങ്സ്, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇപ്പം അങ്ങനെയുള്ള മോഡൽ. അത് പിന്നെ സെറ്റായിട്ട് കിട്ടിയപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതാണ് എടുത്തത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ലൊരു കളറും. അപ്പോൾ അങ്ങനെ അത് പർച്ചേസ് ചെയ്തു. പിന്നെ കുട്ടി ബാഗ്സിൻ്റെ പോലത്തെ മണി പേഴ്സുകൾ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഐറോസ് ബൊമ്മ കണ്ടപ്പോൾ അവൾ ബൊമ്മക്ക് ചായഞ്ഞു കേട്ടോ. കുട്ടികളെ കണ്ട് പിന്നെ കടയിൽ പോയാൽ ടോയ്സിലേക്കല്ലേ അവർ ശ്രദ്ധ പോവുള്ളൂ. പക്ഷേ ഞാൻ ഡോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് വേറൊരു ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹെയർ ക്രാപ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആയിരുന്നു. അവൾക്കത് പൊട്ടിക്കൽ തന്നെയാണ് പണി. അപ്പോൾ അങ്ങനത്തെ അതൊരു സെറ്റ് വാങ്ങി. ഇത് കണ്ടാൽ നമുക്ക് ബാഗ്സ് ആണെന്ന് തോന്നും, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളെ ഹെയർ ആക്സസറീസ് അടങ്ങിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഹെയർ ബാൻഡ് നോക്കി. പിന്നെ ഞാൻ അത് വെക്കില്ല തലയിൽ. പിന്നെ അതെടുത്ത് വലിച്ചെറിയലൊക്കെ മോളെ പണി. അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. അപ്പോൾ എവിടെ വരെ എത്തി നിങ്ങളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ? എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ നേരത്തെ പോയിട്ട് പർച്ചേസ് ചെയ്താലോ പെരുന്നാളാണെന്ന് അറിഞ്ഞിട്ട് അന്ന് തലേ ദിവസം പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോയിട്ട് പർച്ചേസ് ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പോയിട്ടുള്ളൊരു ഓർമ്മയുണ്ട്. വലുതായിട്ടൊന്നും പിന്നെ നമ്മളങ്ങനെ ലൈറ്റ് ആക്കിയിട്ടില്ല, നേരത്തെ പോയി എടുക്കലുണ്ട്. അപ്പോൾ ഇക്കാക്കും ഐറോസിനും ബിലോറ്റൂന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കളക്ഷൻസ് പിന്നെയുണ്ട്. പിന്നെ നമ്മളെ തീരെ അല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ നെസ്റ്റോയിലേക്ക് വിട്ടു. ഇവിടെ പിന്നെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഡ്രസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവസാനം ഒന്ന് സെലക്ട് ചെയ്തു. പക്ഷേ ഐറുമാക്ക് ഞാൻ വിചാരിച്ച ടൈപ്പ് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബിലോറ്റൂന്ന് എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അവൾക്കൊരു ഫ്രോക്ക് മാത്രമേ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഇത് ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ നമ്മൾ നെസ്റ്റോന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് തിരിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ.